നമസ്കാരം, സൈക്കിൾ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടപോലെ തന്നെ ഒരു ക്യാമ്പിംഗ് സീരീസുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡെക്കാത്തലോണിൽ നിന്ന് നമ്മൾ മേടിച്ച ഒരു ടെൻറ്റിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ ഒരു 15 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ റിവ്യൂയിലൂടെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു സാധനവും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇപ്പം ടെൻറ്റും അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗൊക്കെ എവിടെയായിരിക്കും. അപ്പം ടെൻറ്റും ബാഗുമായിട്ട് വരുന്ന വേറൊരാളാണ്. അപ്പം അയാൾ ഓൺ ദ വേയിലാണ്. നമുക്ക് അയാളെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. നമസ്കാരം. നമ്മളിന്ന് ക്യാമ്പിങ്ങിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ മണ്ണഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു അതിർത്തി പങ്കിടുന്ന ഒരു പൊന്നാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു നെൽപ്പാടത്താണ് ഞാനിന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് കാണാം, നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഒത്തിരി എന്താ പറയുക, ഒരു ചൂണ്ടയിടാനും അതുപോലെ തന്നെ ഫിഷിങ് കാര്യങ്ങൾ എല്ലാത്തിനും നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 പേഴ്സൺ ടെൻറ്റാണ്. ഡെക്കാത്തലോണിൽ നിന്ന് ഏകദേശം 1999 രൂപ വില വരുന്ന ഒരു 2 പേഴ്സൺ ടെൻറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു MRP ഏകദേശം 2900 സംതിങ് ഉണ്ട്. എന്നാലും നമുക്ക് ഒരു 2000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ടെൻറ്റ് വരുന്നതായിരിക്കും. ഓൾറെഡി ഞാൻ ടെൻറ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഒരു പിച്ചിങ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ അൺബോക്സ് ചെയ്യണം. അപ്പോൾ ടെൻറ്റ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ മഴ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ആയിട്ടാണ് ഈ ടെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റോഡ്സ് കിട്ടും, ഇതിൻ്റെ ഫ്രെയിംസ് കിട്ടും. അപ്പോൾ ആ ഒരു ഫ്രെയിംസാണ് ഈ കാണുന്നത്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു ഫ്രെയിമും കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റിൻ്റെ ഒരു ലോവർ പോർഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇന്നർ പോർഷൻ, പിന്നെ അത് കവർ ചെയ്യാവുന്ന ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള വേറൊരു പോർഷൻ. ടോട്ടൽ 3 പോർഷൻസാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലീപ്പിംഗ് ബാഗ്. ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെയും കൂടെ ആണ് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കിക്കിലീല ശബ്ദം കേൾക്കുന്നില്ല. അതായത് ടെൻറ്റ് പിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻറ്റ് നമുക്ക് ഒന്ന്, അതായത് ഇതെന്ന് പറയുന്നത് റോബ്സാണ്. നമ്മൾ ടെൻറ്റ് നല്ല കാറ്റുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻറ്റ് നമുക്ക് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഒബ്ജക്റ്റിലോ എല്ലാം നമുക്ക് കെട്ടിവെക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ ഈ പറയുന്ന പോലെ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് കെട്ടിവെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് വലിയ ഉപകാരം വരുന്നില്ല ഈ സമയത്ത്. അത് ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടു. പിന്നെ നമ്മൾ തുറക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു ലോവർ പോർഷൻ, അതായത് നമ്മുടെ തറനിരപ്പിൽ വിരിക്കാമെന്നുള്ളൊരു പോർഷൻ, അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇന്നർ പോർഷൻസ്. അത് നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ടെൻറ്റിൻ്റെ ഔട്ടർ പോർഷൻ. ഇവിടെ ഈ കോടയുടെയൊക്കെ മെറ്റീരിയലാണ്, വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാലാണ് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇന്നർ പോർഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പ്. പിടിക്കാൻ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ടർപ്പോണിൻ പോലത്തുള്ള മെറ്റീരിയലാണ്, വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയലാണ്.
ഒരു ലൈറ്റായിട്ടുള്ള നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നേരെ തറയിലോട്ട് വിരിക്കുക. തറയിലോട്ട് വിരിച്ചതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രെയിം വരുന്നത് ഇതേപോലുള്ള ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഫ്രെയിം വരുന്നത്. അപ്പോൾ ഈ ഫ്രെയിം നമുക്കൊരു 2 സെറ്റ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അത് നമുക്കൊരു സെമി സർക്കിളായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുകൂടെ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവം പോകുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെടുക്കുക, ഇങ്ങനെ എടുക്കുക, ഈ ഒരു പോർഷനുള്ളിലോട്ട് വെക്കുക. അതേപോലെ തന്നെയാണ് എല്ലാ പോർഷൻസും. ഇതും അതേപോലെ തന്നെ അകത്തോട്ട് വെക്കുക. അപ്പോൾ ഏകദേശം കണ്ടോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഫ്രെയിം ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ സെക്കൻഡായിട്ടുള്ള സംഭവങ്ങൾ, സെക്കൻഡായിട്ടുള്ളത് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, 2 സെറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളയ്ക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻറ്റിൻ്റെ 4 സൈഡ്സിലും ഓരോ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ പോക്കറ്റ്സ്, ഈ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പോക്കറ്റ്സിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയഗണലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ പ്രസ് ചെയ്യും, ഇൻസെർട്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും നമ്മൾ ഇതിൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യും. ഇജറി അവിടെ നിന്ന് പിടിച്ചോ, അത് പിടിച്ചോ. പ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും പ്ലേസ് ചെയ്യുക. നമ്മൾ ഏകദേശം ഓക്കെ, നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെറ്റ് ചെയ്ത ഫ്രെയിം നമ്മളൊന്ന് നിവർത്തുമ്പോൾ നമുക്കൊരു സെമി സർക്കിളിൽ കിട്ടും. അതിനുശേഷം പിന്നെ വളരെ സിമ്പിളാണ്. ഇവിടെ ഓൾറെഡി ഹുക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്സ് ഇവിടെ കണക്ട് ചെയ്യുക. മേളിലുള്ള ഇതിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ലത്. മേളിലൂടെ വരുന്ന ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഹുക്സും നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ മഴ വരുന്നുണ്ട് ഓൾറെഡി. നമുക്ക് മഴയെത്തുന്നതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇപ്പോൾ തന്നെ ലൈവായിട്ട് ഇതിൻ്റെ മഴയുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു പൊതുവിലയൊക്കെ പോലുള്ളൊരു ടൈപ്പായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് മെത്തേഡ്, അതായത് നമുക്ക് എയർ പോകാനും വരാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ടർ പോർഷൻ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട് ഔട്ടർ പോർഷൻ ഇടുന്നതാണ്. സെയിം തന്നെ ഇതിൻ്റെ ഒരു വാതിലുണ്ട്. ആ ഒരു വാതിൽ വരുന്ന പോർഷൻ നമ്മൾ നോക്കുക. ആ ഒരു പോർഷൻ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിബ് അകത്തുനിന്നും പുറത്തുനിന്നും തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അകത്തുള്ള ഇതിനകത്തും അതുപോലെ തന്നെ സെയിമാണ്. നമുക്കിതിങ്ങനെ തുറക്കാം. അപ്പോൾ നമ്മൾ വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ടെൻറ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് സ്ഥലത്ത് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും കാണാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റിൻ്റെ ഒരു താഴത്തുള്ള വശത്തൊക്കെ ഒരു ഡാമേജ് സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണലി ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ടെൻറ്റ് പിച്ച് ചെയ്യരുത്. അതേപോലെ തന്നെ ആനിമൽ ആക്ടിവിറ്റീസ് ഒത്തിരി ഉള്ള സ്ഥലങ്ങളിലൊന്നും ടെൻറ്റ് പിച്ച് ചെയ്യുന്നത് നല്ലതല്ലായിരിക്കും. അതുതന്നെ നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യുന്ന സ്ഥലവും അതേപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി പിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മെയിനായിട്ട് ടെൻറ്റിൽ. അപ്പോൾ ഇനി സ്ലീപ്പിംഗ് ബാഗിൻ്റെത് അത് വളരെ സിമ്പിളാണ്. ഇതൊരു 15 ഡിഗ്രി സെൽഷ്യസിൽ വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു സാധനം തന്നെയാണ്.
വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഈ ടെൻറ്റിൻ്റെ വെയിറ്റ് ഒരു 2.5 കിലോഗ്രാം സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത് ഒരു നോർമൽ ക്യാമ്പിങ്ങിന് ഏറ്റവും പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഒരു ടെൻറ്റ്. അപ്പോൾ ചെറുതായിട്ട് പുറത്ത് ഒരു മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. വളരെ അടിപൊളിയായിട്ടൊരു ഫീലിംഗാണ് ഇവിടെ. അതായത് പടിഞ്ഞാറുനിന്ന് വരുന്ന കാറ്റും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു പക്ക ക്യാമ്പിങ്ങിന് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അതായത് നമ്മളൊരു യാത്ര പോകുന്ന ഒരു പല രീതിയിലുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പോകാം നമുക്ക് യാത്ര, 2 ദിവസം കൊണ്ട് പോകാം, ഒരാഴ്ച, ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് യാത്ര പോകുന്നവരുണ്ട്, അവരുടെ വർഷങ്ങളോളം യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബജറ്റ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ബജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ടെൻറ്റിങ്. അപ്പം നമുക്ക് ഡെയിലി ഇപ്പോൾ ആവറേജ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-500 രൂപയെങ്കിലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു 6 മന്ത്സൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഡെയിലി ഇതിനകത്ത് പറ്റിയില്ലെങ്കിലും ഒരു പറ്റാവുന്ന രീതിയിലുള്ള ടൈമുകളിലെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ടെൻറ്റിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്, അതായത് ഫിനാൻഷ്യലി അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ യാത്ര പോകുന്നവരല്ലെങ്കിൽ കൂടിയും നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ, ഇപ്പം ടൂറിസമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഫാം ടൂറിസമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഫാം ടൂറിസം എല്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തും ഇതേപോലെ ടൂറിസമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈവനിങ് ടൈമിൽ, അതായത് ശനിയോ ഞായറോ നമുക്കൊരു വീക്കെൻഡ് ഗെറ്റ് അവേ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നേരെ ബാക്കിലൊക്കെ തന്നെ ഒത്തിരി മീനും കാര്യങ്ങളൊക്കെ ഉള്ള കുളവും കാര്യങ്ങളൊക്കെയാണ്, അതായത് തടാകങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മീനും പിടിക്കാം. ഇതുപോലെ ഇവിടെയൊക്കെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയൊരു കുക്കിംഗ് പരിപാടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ, വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം ഒരു ഓവർനൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പോകാവുന്ന സൗകര്യങ്ങളെല്ലാം ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിങ്, അതുപോലെ കയാക്കിംഗ് സംഭവങ്ങളെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ചെക്കിങ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മഴയായിട്ടുണ്ട് പുറത്ത്. എന്തായാലും നമുക്കിത് അടച്ചേക്കാം. നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ ഇതൊക്കെ തുറന്നുകൊണ്ട് കയറിയാണ്, അല്ലാതെ ഒന്നും കയറത്തില്ല. മഴ പെയ്താലും നമുക്കിത് ഇതുണ്ടോ, ഇത് നേരെ പൊങ്ങിയിരിക്കുക. ഈ വെള്ളമൊന്നും ഒരിക്കലും ഇതിൻ്റെ അകത്തോട്ട് വരത്തില്ല. 4 സൈഡിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ മേക്കിങ്. ഒരു കാരണവശാലും വെള്ളം അകത്ത് വരത്തില്ല. ആ ഒരു ടൈപ്പ് മേക്കിംഗ് ആണ്. മഴ ആസ്വദിക്കുന്ന ഒരു യുവാവ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ക്യാമ്പിംഗ്, ഇനി അടുത്തത് നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനായിരിക്കും. അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇവിടുത്തെ ഫിഷിങ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ നമുക്കൊരു അടിപൊളി ഒരു ഓവർനൈറ്റ് ക്യാമ്പിങ്ങിൻ്റെയും കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പുതിയതായിട്ട് കാണുന്നവരെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ഇടുക. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി.